ഡിലീറ്റ് ചെയ്തു പോയ ഫോട്ടോസ് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോണൊക്കെ ആർക്കെങ്കിലും ഇപ്പോൾ റീസെയിലൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഈ രണ്ട് ഓപ്ഷനും വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഡിലീറ്റ് ഒന്നും ചെയ്താൽ നമ്മളെ ഫോണിൽ നിന്ന് ഇതൊന്നും പോവില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യമാണ് നോക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം. പിന്നെ ഇതേപോലെ റിക്കവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ഫോണിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ബേസിക്കലി ഇത് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ഒരു ആപ്പാണ് ഡിസ്ക് ഡിഗർ എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ പ്രോ വേർഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ കൂടെയുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതിൻ്റെ വേർഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസ്ക് ഡിഗർ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോ വേർഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ തന്നെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡിസ്ക് ഡിഗറിൻ്റെ പ്രോ വേർഷനാണ്. ഇത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇത് ഡിസ്മിസ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടൊന്നും ആവശ്യമില്ല. ഫോണിൽ തന്നെയുള്ള തംബ്നെയിൽസൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഇത് റിക്കവർ ചെയ്തെടുക്കുന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ് ആണ്. നമ്മൾ ആക്സസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ആക്സസ് ഗ്രാൻഡ് ചെയ്തതിന് ശേഷം എല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റൺ ആവും. അപ്പോൾ നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിലധികം ഫോട്ടോസ് ഇല്ല. ടോട്ടൽ ഫോട്ടോസ് ഇവിടെ ഗാലറിയിൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 213 ഫോട്ടോസ് എടുത്തേ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ ഇവിടെ റിക്കവർ ആകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുള്ളതും നമ്മൾ എടുത്തിട്ടുള്ളതും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളതുമായ എല്ലാ ഫോട്ടോസും റിക്കവർ ആവും. സോ ഇവിടെ ഇപ്പോൾ കാണാൻ ഓൾമോസ്റ്റ് 1618 ഫോട്ടോസ് എടുത്ത് റിക്കവർ ആയിട്ടുണ്ട്. കാരണം ഇതിനിടയിൽ എനിക്ക് വന്ന ഫോട്ടോസ്, ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും ഒക്കെ ഇതിൽ റിക്കവർ ആയത് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഈ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പിക്ചേഴ്സും റിക്കവർ ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് ആവശ്യം അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഫോണിൻ്റെ ഗാലറിയിലോട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 1886 ഫയൽ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫോണിന് പഴക്കം കൂടുന്തോറും ഫോട്ടോസിൻ്റെ എണ്ണം കൂടാനും റിക്കവർ ചെയ്തെടുക്കാനുള്ള സമയം കൂടാനും സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. റിക്കവറി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോസ് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അത് നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫോട്ടോ ഇടുന്നു വിചാരിക്കാം. ഈ ഫോട്ടോ റിക്കവർ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് റിക്കവർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പിക്ചറിലാണ് എടുക്കുന്നത്. സ്ക്രീൻഷോട്ടിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സേവ് ആവും. സോ ബേസിക്കലി നിങ്ങൾക്കിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ ഇതിൽ ഏത് ഫോട്ടോ വേണമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇതിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓരോരോ ഫോൾഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്സപ്പിൽ നിങ്ങൾക്ക് 991 ഫയലുണ്ട്. വാട്സപ്പിലെ പ്രൈവറ്റ് ഇമേജ് 220. അതുപോലെ തന്നെ വാട്സപ്പിൽ ഈ ഷെയർഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റസുകളാണ്. വാട്സപ്പിൽ ആൾക്കാരിടുന്ന സ്റ്റാറ്റസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇതുപോലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വേറെ ആളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പക്ഷെ അതങ്ങനെ ഇപ്പോൾ ആരും ചെയ്യുന്നതല്ലല്ലോ. പിന്നെ അതുപോലെ ബാക്കി എല്ലാ ആപ്പുകളിലും ഉണ്ടായിരുന്ന DCM എന്ന് പറഞ്ഞ ക്യാമറയിലെടുത്ത ഫോട്ടോസാണ്. അങ്ങനെ ഏത് കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഫോട്ടോസ് മാത്രം എടുത്തിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങളിതിൽ പോയിട്ട് ക്യാമറ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ക്യാമറയിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ വരും. അത് നിങ്ങൾ റിക്കവർ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ട ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഇവിടെ. ഈസി ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. വാട്സപ്പ് മീഡിയാസ് ഉണ്ട്, ഡോക്യുമെൻറ്റുകളാണിത്, സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഓരോരോ ഫോൾഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കിയ പോലെ നമുക്ക് ഒരു ഫിൽറ്ററും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് സൈസ് അനുസരിച്ചും ഡേറ്റ് അനുസരിച്ചും നോക്കാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ സ്കാൻ ചെയ്ത ഫോട്ടോസിൽ സൈസിൽ ഇത് 10,000 KB ആണ് എടുക്കുന്നത്. ഇത് കുറച്ച് നമുക്കൊരു 100 KB 10 KB ഇട്ടിട്ട് അതിന് മേലേക്കുള്ള എല്ലാ ഫോട്ടോസും നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡിലീറ്റ് ചെയ്ത വീഡിയോസാണ് വേണ്ടതെങ്കിൽ ഫോട്ടോസും വീഡിയോസും ആണെങ്കിൽ ഇന്നലത്തെ ഡേറ്റും ഇന്നത്തെ ഡേറ്റും ഇട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതല്ല വേറൊരു ദിവസമാണ് വേണ്ടെങ്കിൽ അത് നമുക്ക് ഏതാ ദിവസം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇപ്പോൾ
സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ആ ദിവസത്തിനുള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും ഇത് നമുക്ക് ഓക്കെ കൊടുത്താലും പിന്നെ ആ ദിവസത്തിനായിരിക്കും ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഇതിൽ. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് ഒരാഴ്ച കൂടുതലായിട്ടില്ല, അതുകൊണ്ടാണ് ഫയൽ കുറവ്. നിങ്ങളുടെ ഫോൺ കുറേ നാളായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഫയൽസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ബേസിക്കലി ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധാരണ പ്രീമിയം വെർഷനിലും പറ്റും, അതുപോലെ സാധാ വെർഷനിലും പറ്റും. പക്ഷേ പ്രശ്നം ഇതാണ്, ഇതിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും റിക്കവർ ചെയ്യാത്ത രീതിയിൽ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണം. എനിക്ക് ഈ ഫോട്ടോസ് ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മളുടെ പ്രോ വേരിയൻറ്റിൽ മാത്രമേ നടക്കത്തുള്ളൂ. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോ വേരിയൻ്റ് ആണ്. ഞാനിതിൻ്റെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന വേർഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിലും ഇതുപോലെ ആക്സസ് കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എല്ലാ ഫയൽസും റിക്കവർ ചെയ്ത് വരും. അതിൽ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിലും റിക്കവറായി വരും. സമയമൊക്കെ ഏകദേശം ഒരേ ടൈം തന്നെ എടുക്കും. ഫയൽസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇതിൽ പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയാൽ നമുക്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഈ സാധാരണ വെർഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസ് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് കളയാൻ പറ്റത്തില്ല. ഇതിൽ ഓരോന്ന് എടുത്തിട്ട് സെലക്ട് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. അത് നമ്മളെ സാധാരണ പ്ലേ സ്റ്റോർ വേർഷൻ ആണെങ്കിൽ. സോ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഇത്രയും റിക്കവർ ആയിട്ടുണ്ട്. ബാക്കി റിക്കവർ ആവുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ്. ക്ലീനപ്പിൽ പോവാം. ക്ലീനപ്പിലാണ് നമ്മൾ പോയത്. ഇതിൽ തംബ്നെയിൽ ക്യാച്ചേഴ്സാണ് ഇതെല്ലാം. ഇതെൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ പിക്ചേഴ്സാണ്. ഇതിൽ കാണിക്കുന്ന ഈ പിക്ചേഴ്സൊന്നും എനിക്കിതിന് ആവശ്യമില്ലെങ്കിൽ ഞാനിതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് പെർമനൻ്റ്ലി കൊടുക്കുകയാണെങ്കിൽ ഇത് ഡിലീറ്റ് ആയി പോവും. പക്ഷേ എനിക്കിതൊന്നും വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് ഇവിടെ സെലക്ട് ചെയ്ത് സെലക്ട് ഓൾ കൊടുക്കാൻ പറ്റും. ഈ സെലക്ട് ഓൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. സാധാരണ വേർഷനിൽ പറ്റില്ല. അതിനാണ് നമ്മൾ ആദ്യം നോക്കിയ ഈ പ്രോ വേർഷൻ. ഈ പ്രോ വേർഷനിൽ ക്ലീനപ്പ് ചെയ്യാൻ എല്ലാ ഫയൽസും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഫയൽസ് ഓൾറെഡി ഫോണിലുള്ളതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി ഡു. 2 വേർഷൻ ഉണ്ട്. ഈ വേർഷൻ നിങ്ങൾക്ക് പ്രോ വേർഷൻ നിങ്ങൾക്ക് ക്രോമിൽ മറ്റു പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ പ്രോ വേർഷൻ ആയിരിക്കും ഇത്രയും കൂടി ബെറ്റർ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രേ ഇതിൽ വരുന്നുള്ളൂ. ഈ 2 ഓപ്ഷനാണ് ഇതിലുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളുടെ ഈ ചാനലിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. വലിയ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതേപോലെ ലെസ് ദാൻ 10 മിനിറ്റ്സിൽ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. സോ സബ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ ഞങ്ങളുടെ ഫസ്റ്റത്തെയും അവസാനത്തെയും വീഡിയോ ആവും. സോ കൺസിഡർ സബ്ബിങ് ടു അവർ ചാനൽ. സോ താങ്ക്സ് ഗൈസ്.